ഹായ് ഫ്രണ്ട്സ്, ടെക്നോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ഫ്രൈഡേ ആയിട്ട് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഒരു ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നുള്ളത്. ഇന്ന് ബീഫ് ടിക്ക ബിരിയാണിയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. ഞങ്ങളെ വീഡിയോസ് ഫുള്ളും കണ്ട് ലൈക്കും കമൻറ്റും തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ബീഫ് ഒന്ന് മസാല പുരട്ടി വെക്കണം. അതിനുവേണ്ടി ഒരു അര ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂൺ ചാട്ട് മസാലയാണ്, പിന്നെ അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ നോക്കി ചേർക്കണം. ചാട്ട് മസാലയിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്, ഇതും കൂടെ ചേർത്ത് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്നൊന്ന് നോക്കണം കേട്ടോ. പിന്നെ ഇതിൽ വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കളറൊന്നും ചേർത്തില്ല, വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാമെന്നുള്ളൂ. അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മസാല ഒക്കെ ഇതിൽ പിടിക്കാൻ പാകത്തിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അരമണിക്കൂറൊന്ന് അടച്ചു വെച്ച് മാറ്റി വെക്കണം. അപ്പോൾ മസാല വരട്ടി മാറ്റി വെച്ച ബീഫ് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ പീസായി വെച്ച് കൊടുക്കുക. നമ്മളിതിൽ എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, എണ്ണ പതിന് തന്നെ തന്നോളൂ. ബീഫ് ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോകും മസാല. ബീഫ് 2 സൈഡും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് മറ്റേ ബാക്കിയുള്ള ബീഫ് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മസാല റെഡിയാക്കാൻ വേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു പാകത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 3 സവാള നീളത്തിലരിഞ്ഞതാണ് ഇത് ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഒന്ന് ബ്രൗൺ കളറായി വരണം. അതുവരെ നമ്മൾ ഇത് വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ സവാള നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയി വരണം സവാള. ഇനി ഇതിലേക്ക് ഞാൻ 2 വലിയ തക്കാളി അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി കൂട്ടി നന്നായി വഴറ്റി കൊടുക്കാം.
എണ്ണ ഒക്കെ തെളിഞ്ഞ് വരണം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയൊക്കെ നന്നായി എണ്ണയിൽ കിടന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരുന്ന തൈരും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. തൈരും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി ഇനി ഞാനിതിലേക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ നിങ്ങളെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞങ്ങളൊരു പാകത്തിനാണ് ചേർത്തുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് മധുരമൊന്നും അധികം എരിവൊന്നും അധികം ഇഷ്ടമില്ല. പിന്നെ ഒരു 2 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ബീഫ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം മല്ലിയില പുതിനയിലും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യണേ. ഇതിലേക്ക് വേവാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് കുക്കറിൽ വേണമെങ്കിൽ വെച്ച് അടിച്ച് വേവിച്ചെടുക്കുക. ഞാൻ ബീഫിന് വേവ് കുറവായതുകൊണ്ട് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ബീഫൊക്കെ നന്നായി വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിൽ ഒരല്പം കൂടെ മല്ലിയില ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതിൽ ഇതുപോലൊരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു ചാർക്കോള് ഇതുപോലെ കത്തിച്ച് ഇതിൽ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിത് അടച്ച് വെച്ച് ഇനി ആവിയൊന്നും പുറത്തു പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു അല്പം മാവ് വെച്ചൊന്ന് അടക്കുന്നുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് റെഡിയാക്കാൻ വേണ്ടി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ബേ ലീഫ് കൂടെ ചേർക്കുക. പിന്നെ ഒരു പകുതി നാരങ്ങ നീര്, പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ നാരങ്ങാനീര് റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായി തിളച്ച് വന്നു. ഇനി ഞാനിതിലേക്ക് ഒരു 3 ഗ്ലാസ് അരിയാണ് എടുത്തുള്ളത്. 10 മിനിറ്റ് മുന്നേ കുതിർത്ത് വെച്ചതാണ്. ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ ഹാഫ് വേവിൽ ഊറ്റിയെടുക്കണേ. ഇപ്പോൾ റൈസ് ഒരു ഹാഫ് വേവായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഊറ്റി മാറ്റാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമ്മൾ ഈ പാത്രം ഇതിൽ നിന്ന് മാറ്റുക. ഇനി വീണ്ടും നമ്മൾ റൈസ് ദമ്മിട്ട് കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് വീണ്ടും അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ടിക്കയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചാർക്കോൾ കത്തിച്ച് വെച്ച് കൊടുത്തത്. അപ്പോഴേ നമുക്ക് ടിക്ക ബിരിയാണി ആവുള്ളൂ. അപ്പോൾ ഞാൻ ഫുൾ റൈസും ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്ത് പിന്നെ ഞാനിതിൽ ഒരല്പം മഞ്ഞൾ കലക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കളറിന് വേണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഒരല്പം മല്ലിയില, പുതിനയില, പിന്നെ കുറച്ച് സവാള വറുത്തത് ഇതും കൂടെ ചേർത്ത്
ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായി വീണ്ടും ചാർക്കോള് വെച്ച് കൊടുക്കണം. ഒരല്പം ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കുക. അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ ബിരിയാണി ദമ്മിടാൻ വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മളൊന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞങ്ങളെ ഇന്നത്തെ ബീഫ് ടിക്ക ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇത് സാദാ ബിരിയാണി പോലെയല്ല, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്കും കമൻറ്റും തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബായ്. ഹായ്, ടിക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങളിതെല്ലാവരും ഒന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.